വിശദമായ വാർത്തകളിലേക്കാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മാതാവിനെയും അധിക്ഷേപിച്ചെന്ന കേസിൽ പ്രമുഖ മേക്കപ്പ് ആർട്ടിസ്റ്റും ബിഗ് ബോസ് താരവുമായ ജാൻമണി അറസ്റ്റിൽ. കോഴിക്കോട് സിറ്റി സൈബർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസിന്റെ പരാതിയിലാണ് നടപടി. വിവരങ്ങളുമായി റിയാസ് KMR ആണ് ചേരുന്നത്. റിയാസ്, ജാൻമണിയെ എപ്പോഴാണ് അറസ്റ്റ് ചെയ്തത്? ഇപ്പോൾ ജാമ്യത്തോടു കൂടിയുള്ള അറസ്റ്റാണെന്നാണ് അറിയുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? പോലീസ് നോട്ടീസ് നൽകി നോട്ടീസ് നൽകി വിളിപ്പിക്കുകയായിരുന്നു. കോഴിക്കോട് സിറ്റി സൈബർ പോലീസ് ആണ് വിളിപ്പിച്ചത്. ഈ കേസ് രജിസ്റ്റർ ചെയ്തത് കോഴിക്കോട് സിറ്റി സൈബർ പോലീസാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മാതാവിനെയും അവഹേളിച്ചെന്ന കേസിലാണ് ജാൻമണിയെ അറസ്റ്റ് ചെയ്തത്. മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണി ഈ CJP സമരകാലത്ത് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയത്. പിന്നീട് ജാൻമണിക്കെതിരെ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിലടക്കം സംഘ് പരിവാർ വിഭാഗങ്ങളിൽ നിന്ന് വലിയ രോഷം ഉയർന്നു വരികയും ചെയ്തു. അതേ തുടർന്ന് മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൗക്കത്ത് അലിക്ക് പരാതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ആ പരാതി കോഴിക്കോട് സിറ്റി സൈബർ ക്രൈം പോലീസിന് കൈമാറുകയും സൈബർ ക്രൈം പോലീസ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി ജാൻമണിക്കെതിരെ ഇക്കഴിഞ്ഞ 27-ന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജാൻമണിക്കെതിരെ മാത്രമല്ല മറ്റ് 3 പേർ, അതായത് ഈ അഭിമുഖം ചിത്രീകരിക്കുകയും ഒപ്പം തന്നെ അത് പങ്കുവെക്കുകയും ചെയ്ത വ്യക്തികൾ ഉൾപ്പെടെ, അതായത് എറണാകുളം തേവര കോന്തുരുത്തി സ്വദേശിനിയാണ് ജാൻമണി ദാസ് എന്ന ജാൻമണി, 48-കാരിയാണ്. അവർ 1-ാം പ്രതി. 2-ാം പ്രതിയായി തിരുവമ്പാടി തമ്പലമണ്ണ അത്തിപ്പ കല്ലറക്കൽ വീട്ടിൽ K. സെബിൻ 35-കാരനാണ്. 3-ാം പ്രതി പാലക്കാട് മണ്ണാർക്കാട് കരിമ്പ കൂർമഞ്ചോല വീട്ടിൽ K. സജിത്ത് 28 എന്നിവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. അതിൽ ജാൻമണിയെ ചോദ്യം ചെയ്യാനായി നോട്ടീസ് നൽകി വിളിപ്പിച്ചു. ആ സമയത്താണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇവർക്കെതിരെ കലാപാഹ്വാനത്തിന് ഉൾപ്പെടെയാണ് കേസെടുത്തിരുന്നത്. എന്നാൽ അത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതൊരുപക്ഷെ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ട തീയതി ഉൾപ്പെടെ അറിയിച്ചുകൊണ്ടുള്ള നോട്ടീസ് നൽകിയ ശേഷമായിരിക്കും ജാൻമണിയെ വിട്ടയക്കുക. ഇപ്പോൾ കോഴിക്കോട് സൈബർ ACP T. മനോഹരന്റെ നേതൃത്വത്തിലുള്ള സംഘം SI A. അനിൽകുമാറും ASI K. ജിതേഷും സീനിയർ CPO MK നൌഫലും CPO MP ഷുംനയും അടങ്ങിയ സംഘം ജാൻമണിയെ ചോദ്യം ചെയ്തു വരികയാണ്. ശരി, വ്യക്തമാണ്. എന്തായാലും പ്രമുഖ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ജാൻമണി അറസ്റ്റിലായിരിക്കുന്നു എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കോഴിക്കോട് സിറ്റി സൈബർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. സ്റ്റേഷൻ ജാമ്യത്തിൽ ഇവരെ ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയക്കും. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് റിയാസ് KMR ആണ്.